Dear students, Diploma Examination November 2024 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിൽ വരുന്ന മൊഡ്യൂൾ 3-ൽ നിന്നും 4-ൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് എ സ്റ്റോൺ മൂവിങ് ഇൻ വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷൻ ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഈസ് ഡാഷ്. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ആൻസർ നെഗറ്റീവ് ആണ്. Fifth question, in the case of iron box, dash energy is converted into heat energy. Answer, electrical energy. Sixth question, which is the fastest mode of heat transfer? Answer, radiation. Seventh question, reciprocal of bulk modulus is called dash. Compressibility. Eighth question, write down the expression for pressure due to liquid column of height h and density rho. Answer, pressure P equal to h rho g. ഇവിടെ h ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ്, ഡെൻസിറ്റി ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ആണ് റോ, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Ninth question, the constant velocity attained by a body moving through a viscous medium is called dash. Answer, terminal velocity. അടുത്തായി പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മൊഡ്യൂൾ 3-ൽ നിന്നും 4-ൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ആൻസർ, friction is proportional to the normal force. Friction is independent of the area of contact and friction depends on the nature of surfaces. ഫ്രിക്ഷൻ എന്താണെന്നാണ് എഴുതേണ്ടത്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ് വിച്ച് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ പവർ, വാട്ട് ഈസ് ഇറ്റ്സ് SI യൂണിറ്റ്? പവർ ഈക്വൽ ടു റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ ഓർ പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. P ഈക്വൽ ടു W/T, അതിൻ്റെ യൂണിറ്റ് വാട്ടാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, കുക്കിംഗ് യൂട്ടൻസിൽസ് ആർ മെയ്ഡ് ഓഫ് മെറ്റൽസ് ആൻഡ് ദെയർ ഹാൻഡിൽസ് ആർ മെയ്ഡ് ഓഫ് വുഡ്. വൈ? ഇത് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. Metals are good conductors of heat and wood is bad conductor of heat. മെറ്റൽസിന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ദേ ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എന്നുകൂടി എഴുതാം. ആൻഡ് വുഡ് ഈസ് ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. വുഡിന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് വുഡിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റി എന്നും എഴുതാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗേജ് പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് വെച്ചാൽ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അപേക്ഷിച്ചുള്ള പ്രഷറാണ് ഗേജ് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ മീൻസ് ഇറ്റ് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് വാക്വം, അല്ലെങ്കിൽ അത് ടോട്ടൽ പ്രഷർ ആണെന്നും എഴുതാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് വാക്വം. നയൻത്ത് ക്വസ്റ്റ്യൻ ആണ്, ആക്സൺ ഫോർമുല. ആക്സൺ ഫോർമുല ഡിസ്ക്രൈബ്സ് ദ ഹൈറ്റ് ടു വിച്ച് എ ലിക്വിഡ് റൈസസ് ഇൻ ദ നാരോ ട്യൂബ്. ഒരു ചെറിയ ട്യൂബിലൂടെ ലിക്വിഡ് മുകളിലേക്ക് ഉയരുകയോ താഴുകയോ ചെയ്യുമ്പോൾ ആ ഹൈറ്റിൽ ഉണ്ടാവുന്ന ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആക്സൺ ഫോർമുല. ഹൈറ്റ് H ഈക്വൽ ടു 2 × T cos θ ഡിവൈഡഡ് ബൈ റോ GR. ഇവിടെ H ഹൈറ്റ്, T എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ, തീറ്റ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്, റോ ഡെൻസിറ്റി ആണ് ലിക്വിഡിൻ്റെ, G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, R റേഡിയസ് ഓഫ് ദ ട്യൂബ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. അതിൽ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്മൂത്ത് പാരലൽ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് മൂവിങ് വിത്തൗട്ട് ഡിസ്റപ്ഷൻ. ഇത് സ്മൂത്തായി സ്റ്റഡി ആയിട്ട് ലെയേഴ്സ് എല്ലാം പാരലലായിട്ട് മൂവ് ചെയ്യുകയാണ്. വെലോസിറ്റി അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടർബുലൻറ്റ് ഫ്ലോ മീൻസ് ഇറ്റ് ഇൻവോൾവ്സ് ഇറഗുലർ മൂവിങ്, മിക്സിംഗ് ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. ലിക്വിഡ് ഇറഗുലറായിട്ട് പരസ്പരം ലെയേഴ്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഫ്ലോ ചെയ്യുന്ന
ഫ്ലോയാണ് ടർബുലൻറ്റ് ഫ്ലോ. അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. വെലോസിറ്റി ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. അടുത്തതായി പാർട്ട് സിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മൊഡ്യൂൾ 3 വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പ്രൂവ് ദാറ്റ് ദ ടോട്ടൽ എനർജി ഈസ് കൺസർവ്ഡ് ഇൻ ദ കേസ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. അതിൽ വരുന്നത് ആദ്യം എഴുതേണ്ടത് എനർജി കൺസർവേഷൻ ലോ എന്താണെന്നാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. എനർജിയെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. എനർജിയെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇനി അതെങ്ങനെയാണ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം ഒരു ചിത്രം വരയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എ ബി സി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് 3 പൊസിഷൻസ് ആണ്. അവിടെ എച്ച് ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നുണ്ട്. ആ ഒബ്ജക്റ്റ് താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ മാക്സിമം ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ ഏറ്റവും ടോപ്പിൽ ഉള്ള പോയിന്റാണ്. ബി എന്ന് പറയുന്നത് വസ്തു താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ പാത്തിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ്. സി എന്ന് പറയുന്നത് വസ്തു നിലത്തേക്ക് വീഴുമ്പോൾ ആ നിലത്ത് ടച്ച് ചെയ്യുന്ന പോയിന്റാണ് സി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ പോയിന്റ് എ എന്ത് വരുന്നു? കൈനറ്റിക് എനർജി 0 ആവും. ബിക്കോസ് ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. ബോഡി റെസ്റ്റിലാണ്, ബോഡി വീഴാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെലോസിറ്റി 0 ആയതുകൊണ്ട് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി P.E എന്ന് എഴുതിയിരിക്കുന്നു. അത് mgh എന്ന് എഴുതാം. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ബേസിക് ഇക്വേഷനാണ് mgh. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി T.E എന്ന് എഴുതിയിരിക്കുന്നു. 0 + mgh = mgh. അടുത്തതായി ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ ഹൈറ്റ് എക്സ് ആയിട്ട് മാറിയിരിക്കുന്നു. അതുപോലെ വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്നുമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീനെ നമുക്ക് mg × h - x എന്ന് എഴുതാം. കൈനറ്റിക് എനർജി ½ mv² എന്നുള്ള ബേസിക് ഇക്വേഷനിൽ v² = 2gx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. v² = u² + 2as എന്നുള്ള ഇക്വേഷൻ ഓഫ് മോഷനിലെ ഇക്വേഷനിൽ നിന്നാണ് v² = 2gx എന്ന് കൊടുക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി = ½ m × v²ൻ്റെ സ്ഥാനത്ത് 2gx കൊടുക്കുമ്പോൾ mgx എന്ന് വരും. ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയതുകൊണ്ട് ഇവിടെ +mgx ഉം -mgx ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്ന ടേം mgh ആയിരിക്കും. അറ്റ് ദ പോയിന്റ് സിയിലേക്ക് h ടെൻസ് ടു 0 എന്ന് വെച്ചാൽ ഹൈറ്റ് റെഡ്യൂസ് ചെയ്ത് 0 ആവും. ഹൈറ്റ് 0 ആവുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നു. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ v²ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2gh എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2gh കാരണം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് h ആയതുകൊണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ കൈനറ്റിക് എനർജി = mgh എന്ന് വരും. അപ്പോൾ ടോട്ടൽ എനർജി = mgh എന്ന് വരും. അപ്പം സി എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും എ എന്ന് പറയുന്ന പോയിന്റിലും ടോട്ടൽ എനർജി mgh ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ വർക്കിംഗ് ഓഫ് മെർക്കുറി തെർമോമീറ്റർ ആൻഡ് പൈറോമീറ്റർ എന്നാണ്. മെർക്കുറി തെർമോമീറ്ററിൻ്റെ വർക്കിംഗ്, ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ് എന്ന് വെച്ചാൽ ലിക്വിഡ്സ് ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ലിക്വിഡ്സ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ്. ആ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് മെർക്കുറി തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത്. വെൻ മെർക്കുറി ഗെറ്റ്സ് ഹോട്ടർ ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസസ്. മെർക്കുറി ചൂടാവുമ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ലിക്വിഡ് ലെവൽ റൈസസ് ദ ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഫോൾസ് ടെമ്പറേച്ചർ ഈസ് ലോവേർഡ്. ലിക്വിഡ് ലെവൽ ചൂടാവുന്നതിനനുസരിച്ച് ലിക്വിഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുകയും ടെമ്പറേച്ചർ കുറയുമ്പോൾ ലിക്വിഡിൻ്റെ ലെവൽ താഴുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി വിസിബിൾ ആണ്, വളരെ ചീപ്പാണ്,
മെർക്കുറി തെർമോമീറ്റർ ടേക്സ് ക്വിക്ലി ദ ടെമ്പറേച്ചർ. അതിന് ഹൈ സെൻസിറ്റിവിറ്റി ഉണ്ട്, എന്ന് വെച്ചാൽ ചെറിയ ടെമ്പറേച്ചർ റേഞ്ചിന് തന്നെ വളരെ റെസ്പോണ്ട് ചെയ്യുന്നു. ചെറിയൊരു ടെമ്പറേച്ചർ റേഞ്ച് പോലും മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് മെർക്കുറി ഈസ് ഹൈലി ടോക്സിക് ആൻഡ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു മെഷർ ലോ ടെമ്പറേച്ചർ. താഴ്ന്ന ടെമ്പറേച്ചറുകൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. പൈറോമീറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിത്രമാണ് ഇമ്പോർട്ടൻ്റ്. ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ ലെൻസ് ഉപയോഗിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഡിറ്റക്ടർ കൊടുത്തിട്ടുണ്ട്. ആ ഫിലമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഫിലമെൻറ്റ് ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ നോൺ കോണ്ടാക്ട് തെർമോമീറ്റർ. ഒരു നോൺ കോണ്ടാക്ട് തെർമോമീറ്ററാണ്, എന്ന് വെച്ചാൽ പൈറോമീറ്ററും അതുപോലെ ഹോട്ട് ബോഡിയും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു ഹോട്ട് ബോഡി അത് റേഡിയേഷനെ എമിറ്റ് ചെയ്യുകയും ആ റേഡിയേഷനാണ് ആ ബോഡിയുടെ ടെമ്പറേച്ചറിനെ കാണിക്കുന്നത്. ഇറ്റ് contain lens and detectors. ലെൻസും ഡിറ്റക്ടേഴ്സും ഉണ്ട്. The light comes from the hot body to the lens. The lens is focused the light to detector. Detector detect the temperature. It is shown in the mercury measuring instrument. അപ്പം ലെൻസ് ഹൈ ടെമ്പറേച്ചറിലുള്ള ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷനെ ലെൻസ് ഉപയോഗിച്ച് ഡിറ്റക്ടറിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഡിറ്റക്ടർ ഈ ടെമ്പറേച്ചർ ഡിറ്റക്റ്റ് ചെയ്യുകയും അതുപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ആ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണിക്കുകയും ചെയ്യുകയാണ് പൈറോമീറ്ററിൽ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൊഡ്യൂൾ 4 നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 3 മോഡുലെ ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിൽ 3 മോഡുലസ് ഉണ്ട്. യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ Y എന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ലീനിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. Y = F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ L വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. Y = FL ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. അവസാന ഇക്വേഷൻ Y = FL ഡിവൈഡഡ് ബൈ πr² ഡെൽറ്റ എൽ. ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ള ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്രോപ്പർട്ടി ഓഫ് സോളിഡ്സ് ടു റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുക്കൾക്ക് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരാനുള്ള കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റീൽ ആൻഡ് ഗ്ലാസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിക് മോഡുലസ് ആണ് ഷിയർ മോഡുലസ്. N = ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് എഴുതാം. N = F/A ഡിവൈഡഡ് ബൈ തീറ്റ = F/A തീറ്റ. യൂണിറ്റ് Nm/m² ആണ്. 3 തരത്തിലുള്ള ഇലാസ്റ്റിക് മോഡുലസിൻ്റെയും യൂണിറ്റ് Nm/m² ആണ്. ബൾക്ക് മോഡുലസ് B = വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. B = FV ഡിവൈഡഡ് ബൈ A ഡെൽറ്റ V. ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ആണ്. DV എന്ന് ഡിനോട്ട് ചെയ്യാം. B = PV ഡിവൈഡഡ് ബൈ ഡെൽറ്റ V ഓർ PV ഡിവൈഡഡ് ബൈ DV എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. The diameter of a water pipe decreases from 15 cm to 7 cm if the velocity at the wider portion is 5 m/s. Calculate the velocity at the narrow region. ഇവിടെ ഒരു പൈപ്പ്, ആ പൈപ്പിൻ്റെ ഡയമീറ്റർ 15 സെൻറ്റിമീറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ ആയിട്ട് കുറയാണ്. അപ്പോൾ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് ആണ്. അതിൻ്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റേഡിയസ് കാണേണ്ട ഇക്വേഷൻ, റേഡിയസിനെ പകുതിയാക്കി എഴുതാം. 7.5 സെൻറ്റിമീറ്റർ R1. D2 = 7 സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ചെറിയ ഭാഗത്തെ ഡയമീറ്റർ, അതിൻ്റെ പകുതിയാണ് ആ ഭാഗത്തെ റേഡിയസ്. R2 = 3.5 സെൻറ്റിമീറ്റർ. V1 5 m/s എന്ന് തന്നിട്ടുണ്ട്. V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V2 എന്ന് വെച്ചാൽ പൈപ്പ് ചെറിയ ഭാഗത്തെ, വലിപ്പം കുറഞ്ഞ ഭാഗത്തെ വെലോസിറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. A1 V1 = A2 V2. ഇവിടെ A1 എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. പൈപ്പിൻ്റെ ഏരിയ πr1². V1 = πr2². V2 എന്ന് എഴുതാം. V2 = R1² / R2².
ഇവിടെ വളരെ സിമ്പിളായിട്ട് R1² എന്ന് പറഞ്ഞാൽ R1 എന്ന് വെച്ചാൽ പൈപ്പിൻ്റെ വലിയ ഭാഗത്തെ റേഡിയസ് ആണ് 7.5 സ്ക്വയർ ഇൻറ്റു ആ ഭാഗത്തെ വെലോസിറ്റി 5 ഡിവൈഡഡ് ബൈ ചെറിയ ഭാഗത്തെ റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിളായി R1² ഇൻറ്റു വെലോസിറ്റി 5 ഡിവൈഡഡ് ബൈ R2² ചെയ്താൽ 23 മീറ്റർ/സെക്കൻഡ് എന്ന് ആൻസർ കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പവറിൻ്റെ ബേസിസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. An engine pumps 100 kg of water through a height of 10 meter in 5 seconds. If the efficiency of engine is 60%, what is the power of engine? ഒരു എൻജിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 60%. ആ എൻജിൻ 100 കിലോഗ്രാം വാട്ടറിനെ 10 മീറ്റർ ഹൈറ്റിലേക്ക് 5 സെക്കൻഡ് ടൈം ഉപയോഗിച്ചിട്ട് ഉയർത്തുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എൻജിൻ്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ മാസ് 100 kg, ഹൈറ്റ് h 10 മീറ്റർ, ടൈം t 5 സെക്കൻഡ്. എഫിഷ്യൻസി ആണ് ഈറ്റ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് കാണിച്ചിട്ടുള്ളത്. അത് 60% ആയതുകൊണ്ട് 0.6 എന്ന് എഴുതാം. പവർ കണ്ടുപിടിക്കണം. പവർ ഔട്ട്പുട്ട്, ഒരു എൻജിൻ്റെ പവർ എന്ന് പറയുമ്പോൾ പവർ ഔട്ട്പുട്ട് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ T എന്ന് എഴുതാം. എൻജിനിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന പവർ, അതിനെയാണ് W/T എന്ന് എഴുതിയിട്ടുള്ളത്. സാധാരണ പവർ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ W എന്ന് വെച്ചാൽ വർക്കാണ്. എൻജിൻ ചെയ്യുന്ന വർക്ക് മുകളിലേക്ക് ഒരു നിശ്ചിത മാസിനെ ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കൊടുക്കാം mgh ഡിവൈഡഡ് ബൈ T. m മാസാണ് 100 ഇൻറ്റു G 9.8, ഹൈറ്റ് h 10 ഡിവൈഡഡ് ബൈ ടൈം T 5 സെക്കൻഡ് ചെയ്യുമ്പോൾ 1960 വാട്ട് എന്ന് കിട്ടും. എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷനാണ് P ഔട്ട് ഡിവൈഡഡ് ബൈ P ഇൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഇതിൽ നിന്നും എൻജിൻ്റെ ഇൻപുട്ട് പവർ ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്ന് എഴുതാം. പവർ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 1960 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 0.6 ചെയ്യുമ്പോൾ 3267 വാട്ട് എന്ന് എൻജിൻ്റെ ഇൻപുട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ബെർണോളിസ് തിയറം, എക്സ്പ്ലെയിൻ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എഴുതാനുമാണ് ക്വസ്റ്റ്യൻ. ബെർണോളിസ് തിയറം എന്ന് വെച്ചാൽ ടോട്ടൽ എനർജി ഓഫ് എ സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. 3 എനർജിക്കുമുള്ള ഇക്വേഷനാണ് കൊടുക്കേണ്ടത്. ½ mv² കൈനറ്റിക് എനർജി പ്ലസ് mgh പൊട്ടൻഷ്യൽ എനർജി പ്ലസ് mp/ρ പ്രഷർ എനർജി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഫോർ മാസ് m ഈക്വൽ ടു 1. യൂണിറ്റ് മാസ് ആകുമ്പോൾ m ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ m 1 ആയി പോകും. പിന്നെ ഇവിടെ വരുന്നത് ½ v² പ്ലസ് gh പ്ലസ് p/ρ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതിൽ നിന്ന് എഴുതാവുന്ന റിസൾട്ടാണ് വെൻ വെലോസിറ്റി ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് എഴുതേണ്ടത് ആറ്റോമൈസർ. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതിയാൽ മതി. ആറ്റോമൈസർ എഴുതാം, അല്ലെങ്കിൽ എയർഫോയിൽ എഴുതാം. ഇവിടെ എഴുതിയിട്ടുള്ളത് ആറ്റോമൈസറാണ്. ആറ്റോമൈസറിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. അവിടെ പിസ്റ്റൺ P എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ പിസ്റ്റൺ P ഈസ് പ്രസ്ഡ്. പിസ്റ്റൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ദ വെലോസിറ്റി ഇൻക്രീസസ് ആൻഡ് ദ പ്രഷർ ഇസ് ഡിക്രീസസ് ഇൻ ദ ട്യൂബ് T. പിസ്റ്റണിനോട് ബന്ധപ്പെട്ട ട്യൂബിനകത്ത് കൂടി എയർ വളരെ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എയറിൻ്റെ വെലോസിറ്റി കൂടുമ്പോൾ അവിടുത്തെ പ്രഷർ കുറയുകയും ലിക്വിഡ്, സ്വാഭാവികമായിട്ടും ലിക്വിഡ് മുകളിലുള്ള പ്രഷർ കൂടുതലായതുകൊണ്ട് ലിക്വിഡ് താഴെ വെച്ചിട്ടുള്ള ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. ദ ലിക്വിഡ് എൽ റൈസസ് ടു ദ ടോപ്പ് ഓഫ് ദ ലിക്വിഡ്, ഇറ്റ് ആക്ട്സ് ആസ് എ സ്പ്രേ. അപ്പോൾ ലിക്വിഡ് മുകളിലേക്ക് ഉയരുകയും ഹൈ വെലോസിറ്റി ഉള്ള എയറിൻ്റെ കൂടെ സ്പ്രേ രൂപത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് ആറ്റോമൈസറിൻ്റെ പ്രവർത്തനം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊഡ്യൂൾ 3 നിന്നും മൊഡ്യൂൾ 4 നിന്നും ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്.